എവ്രിവൺ, നമ്മളുടെ വർക്കിനാണ് കേട്ടോ ഇറങ്ങനെ. അപ്പം ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കരിങ്കൽ എന്ന് പറയുന്ന പ്ലേസിലാണ് കേട്ടോ വർക്ക്. അപ്പോൾ നമ്മൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ വർക്ക് സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പം ലേറ്റ് ആയി എന്നാണ് വിചാരിച്ച് നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കിത് ഈ റൂം കിട്ടിയിട്ടുണ്ട്. സോ റൂം ഓപ്പൺ ചെയ്ത് തരുവാണ് നമുക്ക്. അപ്പോൾ റെഡി ആകണം, എന്നിട്ട് നമ്മൾ വർക്കിന് നിൽക്കണം. പക്ഷേ ഒരുപാട് ടൈമുണ്ട്, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആയതേ ഉള്ളൂ. ലേറ്റ് ആകും എന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. 7 o'clock, ഒരു 6:30, 7 ഒക്കെ ആകും എന്ന് പറഞ്ഞു. എന്തായാലും 6 o'clockന് മുന്നേ നമ്മൾ ഇറങ്ങി നിൽക്കണം, കാരണം പറയാൻ പറ്റില്ല, ചിലപ്പോൾ നേരത്തെ തുടങ്ങാനും ചാൻസ് കൂടുതലാണ്. സാധാരണ നമുക്ക് തുടങ്ങുന്ന ഒരു 4 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് സ്റ്റാർട്ട് ആകുന്നതാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇച്ചിരി ലേറ്റ് ആകുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നേരത്തെയാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ നേരത്തെ തന്നെ പോകണം. ലേറ്റ് ആണെന്നും പറഞ്ഞ് നമ്മൾ ഇച്ചിരി ലേറ്റ് ആയാലും നമ്മുടെ വർക്ക് മൊത്തത്തിന് കോളാവും. അപ്പം അതുകൊണ്ട് ഞങ്ങളത് എല്ലാ വർക്കിനും ഇതുപോലെ നമ്മൾ 4 മണിക്ക് മുന്നേ ആണ് ഈവനിങ് വർക്കിന് കയറുന്നത്. പിന്നെ ലേറ്റ് ആണെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വർക്ക് ചെയ്യും. അങ്ങനെയാണ് സ്ഥിരം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു, ഞങ്ങളത് റെഡിയായി. അപ്പം ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുവാണ്. പിന്നെ വിളിച്ച് ചോദിച്ചു, ഇല്ല ഇനിയും ടൈം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അതേ റെസ്റ്റ് എടുക്കുവാണ്. ഒരാൾ കണ്ടില്ലേ ഫോണിൽ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ അതേ ഞാൻ ചാടി താഴോട്ട് പോവുകയാണ്, കാരണം ഒരുപാട് താഴെ ഒരു 4 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴെ എത്താനായിട്ട് വർക്ക് സൈറ്റിൽ. അപ്പോൾ താഴെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കൗണ്ടറൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം കഴിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഏകദേശം വർക്ക് റെഡിയാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതേ പഴംപൊരിയും ചായയൊക്കെ കഴിച്ചു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി ഇതേ ഫുഡ് കഴിച്ചു. ഇതാണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചേ കഴിക്കുന്നുള്ളൂ, കാരണം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തമിഴ്നാട് കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ നമുക്ക് സെറ്റാവില്ല. അങ്ങനെ ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് ഫുള്ളും കഴിച്ചു. അതിൽ കൂടുതലും അവർ മറ്റേ വെജിറ്റേറിയനിൽ തന്നെ ഈ കൊത്തു പൊറോട്ട വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്, ലോക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളിതേ ഇനി നേരെ താഴോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെ മാർത്താണ്ഡത്തിലോട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ, കാരണം മാർത്താണ്ഡം നമ്മൾ എത്തിയാലേ നമുക്ക് ട്രിവാൻഡ്രം ബസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ ആക്കിത്തരാമെന്ന് പറഞ്ഞത് വലിയൊരു ആശ്വാസമാണ്. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി. ഇതേ കണ്ടില്ലേ, വർക്കൊക്കെ അതേ എല്ലാം അഴിച്ച് മാറ്റുക, കൗണ്ടറൊക്കെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ മാർത്താണ്ഡം ചെല്ലണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രിവാൻഡ്രം ബസ് കയറി ട്രിവാൻഡ്രം റീച്ച് ആയതിനു ശേഷം പിന്നെ ഓട്ടോ ബുക്ക് ചെയ്ത് വീട്ടിലോട്ട് വരും. അതാണ് നമ്മളുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ നിന്ന് നേരെ ഇതേ മാർത്താണ്ഡം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടിയിൽ പോവാണ്, പക്ഷേ എല്ലാവരും നെരുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലാണ് ഞാനിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വണ്ടിയിൽ പോകുന്നത്.